ഒടുവിൽ ഇതാ വഖഫ് ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. 8 മണിക്കൂറോളം നീണ്ട ചർച്ചകളാണ് പാർലമെന്റിൽ നടക്കുക എന്നറിയുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അദ്ദേഹം പറഞ്ഞത് വഖഫ് ബില്ല് കഴിയുമ്പോൾ അറിയാം കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത്. ഒപ്പം ഭരണഘടനയിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം പോയത്. കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനകളെ അങ്ങ് എങ്ങനെ വിലയിരുത്തും? ഭരണഘടന ഇങ്ങനെ ഇല്ലെന്നല്ല നീതു. ഭരണഘടന ഏതാണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഭേദഗതിയാണ് വരുന്നെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം. അതായത് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതുപോലെ, അല്ലെങ്കിൽ ഭരണഘടനയ്ക്കകത്ത് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് പ്രത്യേകത കൊടുക്കണമെന്ന് തീർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് പുള്ളി ഇന്ന് സംസാരിച്ചത്, കെ.സി. വേണുഗോപാൽ സംസാരിച്ചത്. അപ്പം കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള, ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്. കഴിഞ്ഞ ദിവസം KCBC ഇവിടെ പറഞ്ഞ കാര്യം അറിയില്ല. KCBC പറഞ്ഞു ഇവിടുത്തെ ക്രിസ്ത്യൻ MLA മാർ, 20 MP മാരും, MLA മാരല്ല 20 MP മാരും വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ അതിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തിട്ടൂരം കൊടുത്ത പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് അത് കഴിയുമ്പം അറിയാമെന്ന് ഇന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞല്ലോ. ഈ ബില്ല് സഭയിൽ വന്നിട്ട് അതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട് അത് കഴിയുമ്പോ അറിയാനൊന്നുമില്ല. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹി കൂടിയ തീരുമാനത്തിനകത്ത് അങ്ങനെയില്ല. അതിനെതിരെ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ച്. വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്യാനുമേ കോൺഗ്രസിന് സാധിക്കത്തുള്ളൂ, ഇന്ത്യ സഖ്യത്തിന് സാധിക്കത്തുള്ളൂ. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതിനെതിരെ പറയാൻ ഈ പറയുന്നത് പോലെ KCBC കഴിഞ്ഞ ദിവസം ഒരു തിട്ടൂരം ഇറക്കിയപ്പോൾ അത് അങ്ങ് തള്ളിക്കളയാൻ പറയാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിന് സാധിക്കും. നേരെ മറിച്ച് മുസ്ലിം ലീഗ് ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന നിലപാടിനകത്ത് ഒരഭിപ്രായം പറയാനുള്ള കപ്പാസിറ്റി ഇന്ന് KC വേണുഗോപാലിനും കോൺഗ്രസിനും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും ഒക്കെ സാധിക്കത്തില്ല. കാരണം അവരുടെ കീഴിലാണ് കോൺഗ്രസ്. ആ രീതിയിലേക്ക്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ നിലപാടുകൾ ഈ പറയുന്നത് പോലെ, ഞാൻ ഈ കാര്യത്തിൽ ഈ വഖഫിന്റെ എല്ലാവരും വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. വഖഫിന്റെ നിലപാടിനകത്ത് എനിക്ക് SDPI-കാരന്റെ നിലപാടോട് വലിയ ബഹുമാനമാകും. കാരണം ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ടല്ലോ. കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. അല്ലെങ്കിൽ BJPക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവും, CPM-ന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്, SDPIക്ക് നിലപാടുണ്ട്. SDPIയുടെ നിലപാട് എന്തോ 2047 ഇന്ത്യ മഹാരാജ്യം പിടിക്കണം, അധിനിവേശം ഉണ്ടാക്കണം. അപ്പൊ അധിനിവേശത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ 54 തൊട്ട് ഒരു നിയമം കൊണ്ടുവന്ന് കൊടുത്തു. ആ നിയമം അധിനിവേശത്തിന് സുഗമമല്ലാത്തത് കൊണ്ട് 93-ൽ വീണ്ടും ഭേദഗതി ചെയ്തു കൊടുത്തു. നല്ല വൃത്തിയായിട്ട് ഇന്ത്യ മഹാരാജ്യം ഈസി ആയിട്ട് പിടിക്കുന്നതിന് വേണ്ടി 2013 ആയപ്പോഴത്തേന് ആ നിയമം അങ്ങ് പ്രാബല്യത്തിലാക്കി കൊടുത്തു. അതായത് നോക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെതാന്ന് പറഞ്ഞാൽ ഇപ്പം ഏലിയക്കൂടെയും പോകുമ്പോൾ കുറെ നല്ല വസ്തു കാണുമോ, വക്കഫുകാരൻ തോന്നുക ഇത് നമ്മുടെ വസ്തുവോ, നമുക്ക് ഇനി അടിച്ചെടുക്കാം. അപ്പൊ ഉടനെ കൊണ്ടുവന്ന് നോട്ടീസ് കൊടുക്കുക, ഈ ഭൂമി വക്കഫിന്റെ, തീർന്നു. പിന്നെ അത് ട്രൈബ്യൂണലിൽ തിരിക്കണം. ട്രൈബ്യൂണലിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി പോലും പറ്റത്തില്ല. എന്റെ പൊന്നെ, എന്റെ KC വേണുഗോപാൽ ചേട്ടാ, ഈ നിയമമാ നമ്മുടെ ഇപ്പൊ പാർലമെന്റിൽ പാസ്സാക്കാൻ പോകുന്നത്. കൊച്ചാട്ടന്റെ ഉൾപ്പെടെ നാളെ വഖഫ് ബോർഡ് പറയുക ഞങ്ങളുടേതാന്ന് പറഞ്ഞാൽ അത് ഒക്കത്തില്ല, അതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞൊരു നല്ല ബോർഡിനെ വെച്ചിട്ട് ആ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ്. അപ്പൊ കൊച്ചാട്ടൻ ഈ പറയുന്നത് പോലെ SDPI-കാരൻ കോൺഗ്രസിനകത്ത് നിന്നിട്ടുള്ള SDPI-കാരനാന്നൊക്കെ ഉള്ള കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലായി വരുന്നത്. കാരണം PFI-കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. കാരണം പണ്ട് മുസ്ലിം രാജ്യങ്ങൾ കടന്നു കയറി ഇന്ത്യയിൽ ആക്രമിച്ച് ഇന്ത്യ മഹാരാജ്യം പിടിച്ചതുപോലെ 2047 ഇന്ത്യ മഹാരാജ്യം പിടിക്കുന്നതിന് വേണ്ടി, ഏതർത്ഥത്തിലും പിടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സംഘടനയാ PFI. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ സംഘടന SDPI. അവര് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നാട് നീളം നടന്ന്, അല്ലെങ്കിൽ അത് പറ്റത്തില്ല ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് ഒരു യുദ്ധം ഉണ്ടാക്കാൻ നിൽക്കുന്നതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ജോലി ഇതാ. പക്ഷെ നിങ്ങളുടെ ജോലി എന്താണ്? കോൺഗ്രസ്സുകാരനായിട്ടുള്ള നിങ്ങളുടെ ജോലി എന്താണ്? ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള മുനമ്പത്തുള്ള ആൾക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭരണഘടന പറയുന്നതനുസരിച്ച് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരേ അവകാശമുള്ളപ്പോൾ ആ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരു നിയമത്തിന് ഭേദഗതി കൊണ്ടുവരാൻ വരുമ്പോൾ വോട്ടിന്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ തിട്ടൂരത്തിന്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ആനുകൂല്യം മേടിച്ചതിന്റെ കെയർ ഓഫിൽ ഈ പറയുന്നത് പോലെ ഭരണഘടനയെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന ആൾക്കാരല്ലേ കോൺഗ്രസ്. പിന്നെ നിങ്ങൾ SDPI തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഇവിടെ കൊണ്ടുവന്ന ഭേദഗതി എന്തുവാണ്? ഈ പറയുന്നത് പോലെ വഖഫിന്റെ ഭൂമി ആണോ
അത് ബോധ്യപ്പെടണം. ഏത് ഭൂമിയും വഖഫിന്റേതാണോ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് പരിശോധന ഉണ്ടാവണം. ഇതാണ് അതിന്റെ സാധാരണക്കാരന് മനസ്സിലാവുന്നത് പോലെ ഏറ്റവും വലിയൊരു ഭേദഗതി. അപ്പൊ ഇപ്പം എന്റെ പൊന്നെ, ഞാനീ പറഞ്ഞ, ഞാൻ തമാശയായിട്ട് പറഞ്ഞ 9 ലക്ഷം ഭൂമി ഇവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയാവോ? 9 ലക്ഷം ഭൂമി എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ കയ്യിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ റെയിൽവേയുടെ കയ്യിലും കഴിഞ്ഞ് മൂന്നാമത് നിൽക്കുകയാണ് ഭൂമി. ഈ ഇത് ഈ ഇതിന്റെ അകത്ത് അപകടം എന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഒരു അമ്പലമുള്ള 1000 കൊല്ലം പഴക്കമുള്ള ഭൂമി അവരുടേതാന്ന് പറഞ്ഞേക്കുക. ബാംഗ്ലൂരിൽ പല ഭൂമികളും ഈ വഖഫ് പറഞ്ഞേക്കുക അവരുടേതാണ്. ശ്രീരാമൻ ജനിച്ച അവിടെ അമ്പലം പണിഞ്ഞു വെച്ചിരിക്കുന്ന ഭൂമി ഇവരുടെയാന്ന് പറഞ്ഞേക്കുക. ഈ പറയുന്നത് പോലെ ഇപ്പൊ മോദി ഇരിക്കുന്നുണ്ടല്ലേ ഈ പറഞ്ഞ ഭേദഗതിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതിന്റെ സമയത്ത് ഈ പറയുന്ന KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ പപ്പുവും പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ഒരു കാലം വന്നാലൊന്ന് ആലോചിച്ച് നോക്കി. SDP ഒരു സമരത്തിനും പോകണ്ട. ഈ നിയമ ഭേദഗതി വെച്ചിട്ട് ഈ രാജ്യം മൊത്തം പിടിക്കത്തില്ലയോ? ഇവിടെ രാജ്യം മൊത്തം 2047 ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി PFIക്കാരൻ ആയുധം ഒന്നും എടുക്കണ്ട, യുവമാരെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. 54 തീരുമാനിച്ചു കൊടുത്തു. SDP ഉണ്ടായിട്ട് 10, 25, 30 ആയതുകൊണ്ട് 54 നെഹ്റു തീരുമാനിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതുപോലെ വഖഫ് നിയമം ഞാൻ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അത് പെല്ലെ ഈ രാജ്യം മുസ്ലിം രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്തു തരാം. അത് 93 കൈകാര്യം ചെയ്ത് 2013 ആ തലയെക്കെട്ടും വെച്ചിരുന്ന പാപത്തിനെയും കൊണ്ട് പറഞ്ഞ് ഇയാൾ പ്രധാനമന്ത്രി ആയത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കുക, ഇയാൾക്ക് ആ പോസ്റ്റേ ഉള്ളൂ, കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ ചെയ്തോണം. 2013 അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഡൽഹിയിലെ ഉൾപ്പെടെ ഏതാണ്ട് 200ഓളം പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടത് അവർക്ക് നിരുപാധികം എഴുതി കൊടുത്തിട്ടാണ് ഈ നിയമത്തിനകത്ത് ഈ ഭേദഗതി വെച്ചിട്ട് മുന്നോട്ട് പോയത്. ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഈ പറയുന്ന KCBCയും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് കേരളത്തിൽ ഈ 400 ഏക്കർ ഭൂമി അവരുടെ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യാനി, ലാറ്റിൻ കാത്തോലിക്സ്, മത്സ്യത്തൊഴിലാളി, മാർഗമില്ലാത്തവർ ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് അവന് പ്രമാണം ഉണ്ടാക്കി ഏതാണ്ട് 3ഓ 4ഓ തലമുറ മുമ്പ് അവിടെ ഇരിക്കുന്ന ഭൂമി അവരുടേതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ പ്രശ്നമായത്. ഈ പ്രശ്നത്തിനകത്ത് ഈ പറയുന്ന KCBC നാളെ അല്ലെങ്കിൽ ഈ തിട്ടൂരം പറഞ്ഞല്ലേ 20 MP വോട്ട് ചെയ്യണമെന്ന്. നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന ആരാന്നുള്ള കാര്യം KCBCക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞത്. എന്നാലും ഒരു ശകലമൊക്കെ ഒരു പ്രതീക്ഷ കാണും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും കേട്ടോ, കോൺഗ്രസിന്റെ MLA പറഞ്ഞാൽ കേൾക്കും. CPM ഒരു MLA ഉള്ളു, അവർ തടിതപ്പും. രാധാകൃഷ്ണൻ തടിതപ്പുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദേശീയ സമ്മേളനം നടക്കുക, രാധാകൃഷ്ണൻ അതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് അങ്ങ് മുങ്ങുന്നത് ആ രാധാകൃഷ്ണൻ രാഷ്ട്രീയ ലാഭം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ചെറുതായിട്ട് സഹായിച്ച പാർട്ടി ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനിയുണ്ട്. വളരെ വിദഗ്ധമായിട്ട് ഒറ്റ MP അവിടെ ചെന്ന് മസിൽ പിടിക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഒരു വോട്ട് പോലും ഈ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചപ്പോൾ മുസ്ലിമിന്റെ കിട്ടാൻ സാധ്യതയില്ല. ഈ പറയുന്ന നിയമസഭയിൽ യാതൊരു കാരണവശാലും കിട്ടത്തില്ല. ഏത് അർത്ഥത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വേണം. കോൺഗ്രസ് അല്ല അധികാരത്തിൽ വരുന്നത്, മുസ്ലിം ലീഗിന് അധികാരത്തിൽ വേണം. അതുകൊണ്ട് മുസ്ലിം വോട്ടൊന്നും കിട്ടത്തില്ല. വളരെ കൃത്യമായിട്ട് തടി തപ്പിപ്പോയാൽ നിയമസഭയിൽ കുറച്ച് വോട്ട് ആ കെയർ ഓഫിൽ ഒരു ക്യാമ്പയിനും ഒക്കെ നടത്തി ക്രിസ്ത്യാനികളുടെ മേടിച്ചാൽ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സാധ്യത. അതുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് ആ ദേശീയ സമ്മേളനം പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുവാന്നുള്ളത്. പിന്നെ രണ്ടാമത് ആകെ ഒറ്റ MP ഇതിനെതിരെ ലോകസഭയിൽ എന്ന് പറഞ്ഞാൽ 2 MP വരും. ഒന്ന് ഈ പറയുന്ന രാജ്യസഭ MP ഉണ്ടല്ലോ, നമ്മുടെ കേന്ദ്രമന്ത്രി കുര്യൻ. ഇപ്പൊ 2 MP. ലോകസഭയിൽ ഒറ്റ MP, 20 MP ഒരു MP മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സഹായത്തിന് വരുന്നത്. അതാ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള അത് ഈ സുരേഷ് ഗോപിയാണ്. അപ്പം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് ക്രിസ്ത്യാനി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കാലം അത്രയും സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ കൂടെയും കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്നിട്ടുള്ളൂ, ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളൂ, അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ക്രിസ്ത്യൻ സംഘടനകൾക്ക് ആദ്യമായിട്ട് ഒരു പരീക്ഷണം നടത്തി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച BJP MP ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് SDPI ഈ പറയുന്ന ഭൂമി മൊത്തം പിടിച്ചെടുത്ത് ഇന്ത്യ മഹാരാജ്യം പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ആകപ്പാടെ KCBC പാവപ്പെട്ടവന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാശ് കൊടുത്ത ഭൂമിയാണ്, ആ ഭൂമി ഞങ്ങളുടേതാണ്, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ, അതായത് SDPIയും ഇവിടുത്തെ KCBCയും ഏറ്റുമുട്ടുമ്പോൾ രക്ഷകനായിട്ട് ആകപ്പാടെ കേരളത്തിൽ നിന്നുള്ളത് സുരേഷ് ഗോപിയും കേന്ദ്രത്തിൽ നിന്നുള്ളത് മോദിയും മാത്രമാണ്. ഇവിടെ പറഞ്ഞ KC വേണുഗോപാലും
പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയുമെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ KCBC നിരന്തരമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളവർ മനസ്സിലാക്കണം, ഈ കേരളം കേരളമാണ്. ഈ കേരളം കേരളമാണെന്ന് കണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്നത്. ഈ കേരളം കേരളമാണെന്ന് കണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നത്. ഇന്ത്യ നിർമ്മിക്കാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ പ്രചരണം ജനങ്ങളിലെത്തിച്ച് ആ പ്രചരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യാതൊരു രീതിയിലും പരീക്ഷണം നടത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല, അല്ലെങ്കിൽ നിന്നാൽ ജയിക്കുന്ന ഒരവസ്ഥയിലെന്ന് കണ്ടിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഗർഭപാത്രം പോലെ സുരക്ഷിതമാണെന്ന് കണ്ട് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുന്നത് കേരളമാണെന്ന് കണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പണ്ട് ഒളിച്ചു കടത്തുന്നതിനും അല്ലെങ്കിൽ മുസ്ലിം അധിനിവേശത്തിനും സ്വാതന്ത്ര്യ ഇന്ത്യക്കകത്ത് സാധ്യത ഉണ്ടായിക്കൊടുത്ത നെഹ്റുവിന്റെ അതേ പാത വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇന്നും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ പിന്തുടരുന്നു എന്ന് വേണം കരുതാൻ. അതിന് പരസ്യമായ നിലപാടെടുത്തേ മതിയാകത്തുള്ളൂ. കാരണം അവർക്ക് നാളെ കാലത്തെ ഭരണത്തിലൊന്നും വരാൻ പറ്റുമെന്ന് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ കാണുന്നില്ല. BJP ദീർഘമായിട്ട് ഭരണത്തിൽ വരും. ഈ ഒരു MP എങ്കിലും ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ കേരള മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഉണ്ടാക്കാൻ നോക്കി, അവിടുന്ന് അടിച്ചു, വടക്കേ ഇന്ത്യയിൽ നിന്ന് അടിച്ചു, ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ KCBC ഈ SDPI ഇന്ത്യ മഹാരാജ്യം പിടിക്കുമ്പോൾ മുനമ്പം പിടിക്കാൻ വേണ്ടി നിങ്ങൾ തിട്ടൂരം കൊടുത്താലൊന്നും KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അതിന് നിൽക്കത്തില്ല. ഞാൻ ഈ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എല്ലാത്തിനകത്തും ഇതിനാണല്ലോ സാധ്യത. കാരണം ഹമാസിന് സാധ്യത, പറയുന്നത് പോലെ എമ്പുരാന് സാധ്യത, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നവർക്ക് സാധ്യത, അതിനെതിരെ പറയാൻ ധൈര്യപ്പെടാത്തൊരവസ്ഥ. അതായത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 15% വോട്ടേ ഉള്ളൂ. ഏതാണ്ട് 27-30 വോട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കേരളം പോകുന്ന ഒരവസ്ഥ ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവരുടെ തിട്ടൂരത്തിന് വഴങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയേണ്ട ഒരവസ്ഥ. ഏത് ഭരണഘടനയും അവരുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന് അവർ പറയുമ്പോൾ അതും ശരിയാണെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും ഇന്ന് 12 മണിക്ക് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരും. ഏതാണ്ട് വൈകിട്ടേക്ക് ഒരുപക്ഷെ വോട്ടിനിടുന്ന സമയത്ത് ഈ പറഞ്ഞ KCBC പറഞ്ഞതാണോ നടക്കുന്നത്, KC വേണുഗോപാൽ പറഞ്ഞതാണോ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും KC വേണുഗോപാൽ പറഞ്ഞതേ നടക്കൂ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കേരളത്തിൽ 2026 ഇലക്ഷൻ നിൽക്കാൻ പോലും ഉള്ള സംവിധാനം കോൺഗ്രസിന് ഉണ്ടാവത്തില്ല. അത് മുസ്ലിം ലീഗുകാർ നിർത്തത്തില്ല. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, മുസ്ലിം ലീഗ് അവർ പറഞ്ഞ അവർക്കറിയാം പക്കബില്ല് പാസ്സാവും. അവർ ഈ കാര്യമെല്ലാം പറഞ്ഞിട്ട് അവർ സൈലന്റ് ആയിട്ടിരിക്കുക. അവര് സുപ്രീം കോടതി പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കാട്ടി ആവേശം ഇവിടുത്തെ ഈ പറയുന്ന KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ. കാരണം ഇത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി. കാരണം കഴിഞ്ഞ PFI നേരിച്ചപ്പം 2024 ലോക്സഭാ ഇലക്ഷന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ PFIയുടെ ഇത് മാറ്റും. ഈ KC വേണുഗോപാൽ എന്താ? അതുപോലെ തന്നെ ഇപ്പൊ ലോകസഭയിലെ പറയുന്ന ഡെപ്യൂട്ടി ആളാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ്. പുള്ളി ഇംഗ്ലീഷ് മലയാളവും ഹിന്ദി എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ചൊരു വർത്തമാനമാണെന്ന് കേട്ടു. പുള്ളിയും പറഞ്ഞത് PFI ഞങ്ങൾ തിരിച്ചു കൊണ്ടിരിക്കും. കാരണം PFI എന്തൊരു നല്ല ഇതാണെന്നറിയാം, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ട ഒരു സംവിധാനമാണല്ലോ. കാരണം പരിശോധിച്ചപ്പോ എല്ലാം മനസ്സിലായല്ലോ. ഒരു സൈഡിൽ കൂടെ കടാര എടുത്ത് വെച്ചിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ ഈ പറയുന്ന ഭൂമി പിടിച്ചെടുക്കാൻ വേറെ മാർഗം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് ഈ മുസ്ലിം രാജ്യങ്ങള് ഈ പറയുന്ന ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ ഡയറക്റ്റ് ഫോണിൽ വിളിച്ചിട്ട് വേണ്ട സമയത്ത് ആയുധവും സംവിധാനവും ഒക്കെ ഇവിടെ തരണമെന്ന് പറയുന്ന അവരെ ഇവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാലല്ലേ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങള് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് SDPIയും KCBCയും കൂടാണ്. ഈ യുദ്ധത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഫൈനൽ മാച്ചിനകത്ത് കോൺഗ്രസ് ആരുടെ കൂടെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ തിട്ടൂര ഇപ്പം പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നോക്കിയിട്ട് വേണം KCBC ഒക്കെ അടുത്ത പ്രാവശ്യം തീരുമാനം എടുക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനത്തുള്ളൂ. ഏതായാലും KCBC തിട്ടൂരം കൊടുത്തു, കോൺഗ്രസ് അതിന്റെ വഴിക്കും പോകും. വ്യക്തമാണ്. KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ ഇന്ന് ബിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് കണ്ടറിയാം. എനിവേ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ബട്ടണും അമർത്തുക.